അന്ന് ആ ഭാര്യ പറഞ്ഞത്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, ഞാൻ എന്തിനും തയ്യാറാണ്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കാല് മുറിക്കാതെ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, ഉസ്താദ് പറഞ്ഞോളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീയുടെ നല്ല അവസ്ഥയെക്കുറിച്ചും മറ്റൊരു സ്ത്രീയുടെ മോശം സ്വഭാവത്തെക്കുറിച്ചും. അതേപോലെ നല്ല ഭംഗിയായിട്ട് ഭർത്താവിനെ നോക്കിയ ഒരു സ്ത്രീയാണ് ഇത്. ഫാത്തിമല്ല പേരുങ്ങൾ. ഇത് റഷീദ്. ഈ റഷീദിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ ഒരു കാലിൻ്റെ അവസ്ഥ കണ്ടോ, ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവരിവിടെ വരുന്ന സമയത്ത് ഈ കാല് മുറിച്ച് മാറ്റാൻ വേണ്ടി വിധിച്ച കാലമായിരുന്നു. മാരകമായ വലിയ മുറിവ്. ഒരുപാട് പണം ചെലവഴിച്ച് ഒരുപാട് ചികിത്സകൾ നടത്തി അവസാനം പറയുന്നു, ഇനി ഈ കാല് മുറിക്കലല്ലാണ്ട് മറ്റൊരു മാർഗവുമില്ല എന്ന്. ഒരുപാട് ചികിത്സകളാണ് ചെയ്തത്. അന്നിവിടെ വന്നു. ഈ ഭാര്യ കുറേ സമയം കരഞ്ഞു, അയാൾ കരഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുട്ടികളുണ്ടായിരുന്നു, ഭാര്യയുടെ വാപ്പ ആരാ അന്നുണ്ടായിരുന്നു, ഇവരുടെ വാപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥ. അന്ന് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചത്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് കൃത്യമായി ചികിത്സ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ, പഥ്യമൊക്കെ പാലിക്കുമോ എന്നാണ്. അന്ന് ആ ഭാര്യ പറഞ്ഞത്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, ഞാൻ എന്തിനും തയ്യാറാണ്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കാല് മുറിക്കാതെ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, ഉസ്താദ് പറഞ്ഞോളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഞാനന്ന് അവരോട് ചോദിച്ചത്, നിങ്ങൾ പഥ്യം പാലിക്കുമോ എന്നാണ്. എന്ത് പഥ്യവും, ഉസ്താദ് പറയുന്ന എന്ത് പഥ്യവും ഞാൻ പാലിക്കുമെന്നാണ് അന്ന് ആ സ്ത്രീ പറഞ്ഞത്. അങ്ങനെ അന്ന് തന്നെ അതും ഞാനിവിടെ നിലത്തിരുന്നിട്ട് അന്ന് തന്നെ മരുന്നൊക്കെ വെച്ചു. ആ മുറിവ് ഇനി ഈ കാല് മുറിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ തിരിച്ചയച്ചു. എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇവർ കുറേ ദൂരത്താണ് താമസം. ചിലപ്പം ഇവർ വരാതിരിക്കും, ഇവരുടെ സാമ്പത്തിക പ്രശ്നം ചിലപ്പം അതിന് അനുവദിച്ചേക്കില്ല, അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാവാം. അതുകൊണ്ട് ചിലപ്പം ഇവർ വരാതിരിക്കാം. അതുകൊണ്ട് എനിക്കിവർ വരുമെന്നുള്ള വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല. പക്ഷേ പിറ്റത്തെ ആഴ്ചയും ഈ സ്ത്രീ ഈ ഭർത്താവിനെയും കൂട്ടി വന്നു. ആ ഒരാഴ്ച കൊണ്ട് തന്നെ ആ കാലിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പിന്നീട് ഇങ്ങനെ ഞാൻ പറഞ്ഞ സമയത്തോളം അവർ കൃത്യമായിട്ട് വരാൻ തുടങ്ങി. ആ മുറിവ് നന്നായി ഉണങ്ങി തുടങ്ങി. ഇപ്പോൾ 10-40 ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ വന്നിരിക്കുന്നത്. ആ കാല് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ആ ഭാര്യയുടെ പരിചരണം അദ്ദേഹത്തെ രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ആവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ ആലോചിക്കണം. ഈ സ്ത്രീയെ പോലെ നിങ്ങൾക്ക് ഓരോ ആണിനും ഓരോ പെണ്ണിനും ആവാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കൂ. പറ്റുമെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കാൻ ഇനിയും ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ അവസരമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. സാധിക്കും. രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് നമുക്ക് വീണ്ടും ജീവിക്കാൻ സാധിക്കും. എത്ര ദുരന്തം പിടിച്ച അവസ്ഥയിൽ നമ്മൾ തളർന്നു പോയാലും പ്രതീക്ഷ കൈവിടാണ്ട് നമ്മൾ ഒരാളെ നോക്കുകയാണെങ്കിൽ അയാൾ വീണ്ടും അയാൾ ഉയർത്തെഴുന്നേൽക്കും. അത് യാതൊരു സംശയമില്ല. ഞാൻ അങ്ങനെയുള്ള എത്രയോ ആൾക്കാരെ കാണുന്ന ഒരാളാണ്. എനിക്കതുകൊണ്ട് അത് വളരെ വ്യക്തമായിട്ട് ഇങ്ങോട്ട് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതുപോലെയൊക്കെ നിങ്ങൾക്കാവുമോ എന്നാണ്. ആവുമെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ കാണിക്കൂ, അതല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ആരാണവർ? നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടാവില്ല ആൾക്കാർ.
ഇവരാരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ശരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ രോഗികളായി മാറുന്നത്. അവർ ശരിയല്ലെങ്കിൽ നിങ്ങൾ രോഗികളായിട്ട് മാറും, നിത്യരോഗികളായിട്ട് മാറും, നിങ്ങൾ കിടന്നു പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം. പറ്റുന്ന ആൾക്കാർ മാത്രം ഇവിടെ കാണിക്കൂ. അതല്ലാത്തവർ എത്രയോ നല്ല ഡോക്ടേഴ്സും എത്രയോ നല്ല സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. നിങ്ങൾ കുറച്ച് പണമൊക്കെ ചെലവഴിച്ച് ചികിത്സ നടത്തും, രോഗമൊക്കെ മാറും. അതെങ്കിലും നിങ്ങൾ ആ രോഗിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചെയ്യും. ഈ ചികിത്സയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഥ്യം പാലിക്കേണ്ടി വരും. ആ രോഗി മാത്രമല്ല, ആ രോഗിയോടൊപ്പമുള്ള മുഴുവൻ ആൾക്കാരും പരിപൂർണമായിട്ടും വെജിറ്റേറിയൻ ആവേണ്ടി വരും. അതിന് കഴിയുമോ എന്ന് നിങ്ങൾ ആലോചിക്കൂ. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കമൻ്റ് എഴുതി. ഞാൻ അവൻ്റെ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അവനതിൽ എഴുതിയിരിക്കുന്നു, ഇയാൾ 3 വർഷം പഥ്യം പറഞ്ഞു. 3 വർഷം പഥ്യം പറഞ്ഞു, 3 വർഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു, കുട്ടികളെ പോലും എവിടെയും വിടാം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ പച്ചക്കറി ആവണം, ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി പുറത്തു പോകാൻ പറ്റാത്ത രോഗികളുണ്ടാവും. ഇപ്പോൾ തളർന്ന് കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെ അവിടെ പുറത്തു പോകാൻ പറ്റുക? ശരീരം മുഴുവൻ പൊട്ടിയൊലിച്ച് വൃണമായി വികൃതമായി നടക്കുന്ന ഒരാളെങ്ങനെയാണ് പുറത്തേക്ക് വിടുക? അവർ വീട്ടിലിരിക്കാൻ തന്നെ പറയാം. പക്ഷെ അവൻ കമൻ്റ് എഴുതിയത് വളരെ മോശമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ അതിലൊന്നും പെടരുത്. ഇത് വേണമെങ്കിൽ കാണിച്ചാൽ മതിയല്ലോ. എന്തായാലും ഇവരെ പോലെയൊക്കെ ആവാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇനി വേണമെങ്കിൽ ഇവർ ഇവിടുന്ന് അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ നിങ്ങൾ ഇവരുടെ അനുഭവം ഒന്ന് ചോദിച്ച് മനസ്സിലായിക്കോളൂ. എങ്ങനെയാണ് ഭർത്താവിനെ ഒരു ഭാര്യ പരിചരിച്ചത് എന്ന്. ചികിത്സനെ കുറിച്ച് നിങ്ങൾ ചോദിക്കണ്ട, എനിക്ക് താല്പര്യമില്ല, അത് നിങ്ങൾ വേണം ചെയ്താൽ. പക്ഷേ എങ്ങനെയാണ് ഭാര്യ ഭർത്താവിനെ നോക്കിയതെന്നും എങ്ങനെയാണ് ഭാര്യ പറയുന്നത് പോലെ ഇയാൾ ചികിത്സ ചെയ്തതെന്നും അയാളോട് ആ ഭാര്യയോട് തന്നെ ചോദിച്ചേക്കൂ. എന്തായാലും നീ നല്ല ഭാഗ്യമുള്ള ഇത്രയാണോ? അൽഹംദുലില്ലാ. എന്തായാലും എനിക്ക് നല്ലൊരു ഭാര്യനെ കിട്ടിയല്ലോ. അവൾ കുറച്ച് എന്നെപ്പോലെ കുറച്ച് കളർ കുറവാണ്, എന്നാലും നല്ല ഭാര്യ. നിങ്ങൾ ചിരിച്ചു പോയി ഉണ്ടല്ലോ, മനസ്സിനെല്ലാം ഉൾപ്പെട്ടല്ലോ. എനിക്ക് ഈ കണക്കിൽ ഭയങ്കര വിഷമമാണ്. കാരണം നമ്മളൊന്നും ഒരു പൊന്നും മൈൻഡ് തന്നെ ചെയ്യുന്നില്ല, അതുകൊണ്ടുള്ള വിഷമം. അതെല്ലാവരും ഓടും. ഇപ്പൊ സമയം കിട്ടിയാൽ ആരും ഓടിപ്പോകും. കനിയൊന്നുമില്ലല്ലോ.